അപ്പോൾ കൊഴുപ്പ് കൂടുന്നത് എന്താണ്? കേടാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കെ, ഇ, ഡി, എ എന്ന് പറയുന്ന ഇത്രയും വിറ്റാമിൻസ് എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നവയാണെന്ന് ഓർത്തിരിക്കാം. വിറ്റാമിൻ ബി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വിറ്റാമിൻ അല്ല, ഒരു കൂട്ടം വിറ്റാമിനുകളാണ്. അതിനെ മൊത്തത്തിൽ നമ്മൾ ബി കോംപ്ലക്സ് എന്ന് പറയും. ഈ പേര് കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, കാൽസ്യമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അല്ലേ. ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് ഏതെന്ന് പറയുന്നത്? വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ ജീവകങ്ങൾ എന്ന് പറയുന്ന അല്ലെ വിറ്റാമിൻസ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ആവശ്യമായൊരു ഘടകമാണ് ഏതെന്ന് പറയുന്നത്? വിറ്റാമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിറ്റാമിൻസ്, എന്തൊക്കെയാണ് ഇതിൻ്റെ സോഴ്സസ്, അല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്, അങ്ങനെ വിറ്റാമിൻസിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSC റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഒരേ ക്വസ്റ്റ്യൻ തന്നെ പല പരീക്ഷകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത്? വിറ്റാമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകൾക്ക് നിങ്ങൾ വളരെ മികച്ച പ്രതികരണമാണ് നൽകിയത്. അപ്പോൾ തുടർന്ന് ഇതുപോലുള്ള നല്ല ക്ലാസ്സുകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ജീവകങ്ങൾ അല്ലെങ്കിൽ വിറ്റാമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് അല്ലേ. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ആര് വഹിക്കുന്നത്? വിറ്റാമിൻസ് വഹിക്കുന്നത്. അപ്പോൾ ഈ വിറ്റാമിൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഏതൊക്കെ വിറ്റാമിനുകളുണ്ട്? 6 വിറ്റാമിനുകളുണ്ട്. A, B, C, D, E, K ഇങ്ങനെ 6 വിറ്റാമിൻസ് ആണ് പ്രധാനമായിട്ട് നമുക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ഇത് കണ്ടുപിടിച്ച ആൾക്കാർ, അതിനുശേഷം ഇതിന് പേര് നൽകിയ ആൾക്കാർ. ബാക്കി നമുക്ക് വിറ്റാമിൻസിൻ്റെ പ്രത്യേകതകളും ഇത് ലഭിക്കുന്ന സോഴ്സുകളും അതേപോലെ ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കുണ്ടാകുന്ന അസുഖങ്ങളുമാണ്. ഓക്കെ, അപ്പം പച്ചക്കറികളിൽ നിന്ന് ലഭ്യമാകുന്ന പോഷകമാണ് ഏതെന്ന് പറയുന്നത്? ജീവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ജീവകങ്ങൾ ലഭിക്കുന്നത് പച്ചക്കറികളിൽ നിന്നുമാണ്. ഓക്കെ, ഇനി ജീവകങ്ങൾ കണ്ടെത്തിയ വ്യക്തിയാണ് ഫെഡറിക് ഹോപ്കിൻസ് എന്ന് പറയുന്ന വ്യക്തി. ഇത് PSCയുടെ പ്രീവിയസ് ചോദ്യമാണ്. ഏതെന്ന് പറയുന്നത്? ഫെഡറിക് ഹോപ്കിൻസ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഓപ്ഷനിൽ ഉറപ്പായിട്ടും കാസിമർ ഫങ്ക് എന്ന് പറയുന്ന പേരും ഉണ്ടാവും. പക്ഷേ കാസിമർ ഫങ്ക് എന്ന് പറയുന്ന വ്യക്തി ഈ വിറ്റാമിനുകൾക്ക് പേര് നൽകിയ വ്യക്തിയാണ്. അപ്പോൾ വിറ്റാമിനുകൾ കണ്ടെത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഫെഡറിക് ഹോപ്കിൻസ് ആണ്. എന്നാൽ പേര് നൽകിയത് ആരാണ്? കാസിമർ ഫങ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഈ കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏത് തന്നെയാണ്? വിറ്റാമിനുകൾ എന്നാണ്. എൻസൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിനെ, ഒരു പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ കോ എൻസൈംസ് എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? വിറ്റാമിൻസ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ വിറ്റാമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് ജീവകാധിക്യം. അപ്പം വിറ്റാമിൻസ് ആണെങ്കിലും ശരീരത്തിൽ ഒരുപാടാകുന്നത് നമുക്ക് വേറൊരു സ്റ്റേജ് ആയിരിക്കും ഉണ്ടാകുന്ന ബോഡിയിൽ. അതാണ് ഏത്? ജീവകാധിക്യം അല്ലെങ്കിൽ ഹൈപ്പർ വൈറ്റമിനോസിസ്. അപ്പം വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? നമ്മുടെ ജീവകാധിക്യം. ആധിക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം കൂടുന്നതിനല്ലേ നമ്മൾ ആധിക്യം എന്ന് പറയുന്നത്. അപ്പോൾ ജീവകാധിക്യം അല്ലെങ്കിൽ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്നാണ് എന്തിനു പറയുന്നത്? നമ്മുടെ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ കൂടുവാണെങ്കിലുള്ള അവസ്ഥയെ പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ജീവകങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. A, B, C, D, E, K ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട 6 വിറ്റമിൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? A, B, C, D, E ആൻഡ് K എന്ന് പറയുന്ന വിറ്റമിൻസ്. അപ്പോൾ നമുക്ക് ഈ ഓരോ വിറ്റമിനുകളെക്കുറിച്ചും പഠിക്കാനുണ്ട്. ഓരോ വിറ്റാമിൻസിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അത് കിട്ടുന്ന സോഴ്സുകളെക്കുറിച്ചും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ശരിക്കും PSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാലും ഇതിനകത്തിലെ 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ വിറ്റാമിൻസ് ഇടയ്ക്ക് കൺഫ്യൂസിങ് ആണ്. പക്ഷേ അത് നമുക്ക് കോഡ് ഉപയോഗിച്ചോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തിനേലുമൊക്കെ കണക്ട് ചെയ്തിട്ടോ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് കോഡും അതേപോലെ തന്നെ കണക്ട് ചെയ്തിടാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വിറ്റാമിൻസ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ വിറ്റാമിൻസിനകത്തിൽ പ്രധാനമായിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ. ഇങ്ങനെയാണ് വിറ്റാമിൻസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ്?
കൊഴുപ്പിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കുന്നവയും. അപ്പോൾ ഇത് തന്നെ PSCയുടെ ചോദ്യമാണ്. അതായത് ഈ ഓപ്ഷനകത്ത് നമുക്ക് ADE വരെ തന്നിട്ട് അതിൻ്റെ കൂടെ BO CO കൂടി തരും. എന്നിട്ട് ചോദിക്കും കൊഴുപ്പിൽ ലയിക്കാത്തത് ഏതാണ് അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്നത് ഏതാണ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം. അപ്പം നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? കൊഴുപ്പിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കുന്നവയും. അപ്പോൾ ഇത് നമുക്ക് ഓർത്തിരിക്കാനായിട്ടൊരു കോഡ് പറയാം. നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് വരുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിന് കേടല്ലേ, കൊളസ്ട്രോൾ പോലെ അമിതമായി കൊഴുപ്പുണ്ടാകുന്നത്. അപ്പം നമ്മൾ ഈ എഴുതിയിരിക്കുന്ന വിറ്റമിൻസിനെ ഒന്നുകൂടെ ഒന്ന് ഓർഡറിൽ എഴുതുക. എങ്ങനെയാണ്? KEDA എന്നെഴുതുക. അതായത് കേട എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കൊഴുപ്പ് കൂടുന്നത് എന്താണ്? കേടാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ KEDA എന്ന് പറയുന്ന ഇത്രയും വിറ്റാമിൻസ് എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നവയാണെന്ന് ഓർത്തിരിക്കാം. ഇനി ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BC, നമ്മൾ നേരത്തെ തൊട്ടേ പഠിച്ചു വെച്ചിരിക്കുന്ന കോഡാണ് BC എന്ന് പറയുന്നത്. അപ്പോൾ BC എന്നുള്ളത് നമ്മൾ എളുപ്പം പറയുമ്പോൾ ബിസി എന്ന് വായിക്കുമല്ലോ. അപ്പോൾ ജലത്തിൽ ലയിക്കാൻ ഇവർ വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് ജലത്തിൽ ലയിച്ച് മാറുമെന്ന് ഓർത്തിരിക്കുക. ഏതെങ്കിലും ഒരു കോഡ് ഓർത്തിരിക്കുക. കേട എന്നുള്ളത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്നത് എളുപ്പം കിട്ടും. പിന്നെ നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു വിറ്റാമിനാണ് വിറ്റാമിൻ P. അപ്പോൾ ഈ വിറ്റാമിൻ P എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ SCERTയുടെ ഹോം സയൻസിൻ്റെ 12th ക്ലാസ്സിൻ്റെ ഹോം സയൻസിലുള്ള ഒരു പോയിൻ്റാണ് ഈ വിറ്റാമിൻ P എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ജീവകം P എന്ന ഫ്ലാവിനോയിഡുകൾ അഥവാ ബയോഫ്ലാവിനോയിഡുകൾ. അപ്പം ഫ്ലാവിനോയിഡ് അല്ലെങ്കിൽ ബയോഫ്ലാവിനോയിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് വിറ്റാമിൻ P ആണ്. ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം SCERTയിലുള്ളതാണ്. 12th ക്ലാസ്സിൻ്റെ ഹോം സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാണ് കേട്ടോ. അതിനകത്ത് വിറ്റാമിൻസിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് റെയർ പോയിൻ്റ് ആയിട്ടുള്ളതാണ് ഇത് വിറ്റാമിൻ P എന്ന് പറയുന്നത്. അപ്പം ഈ വിറ്റാമിൻ P എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിൽ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ എത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തേയില മുതൽ ചുവന്ന കുരുമുളക് വരെ ഉള്ള വസ്തുക്കളിലൂടെ എന്ത് ചെയ്യും? ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്തും. അപ്പം ജീവകം P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാവിനോയിഡുകളാണ് അല്ലെങ്കിൽ ബയോഫ്ലാവിനോയിഡുകളാണെന്ന് ഓർത്തിരിക്കുക. ഇതുപോലത്തെ പേരുകൾ മുന്നോട്ട് വരുമ്പോൾ ഓരോ വിറ്റാമിൻസിനും ഉണ്ട്. അപ്പം ഓരോന്നും സ്പെസിഫിക് ആയിട്ട് ഓർത്ത് പഠിക്കുക, അല്ലെങ്കിൽ മാറിപ്പോവാത്ത രീതിയിൽ പഠിക്കുക. അപ്പോൾ ജീവകം P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാവിനോയിഡ് അല്ലെങ്കിൽ ബയോഫ്ലാവിനോയിഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ഏതൊക്കെയാണ്? കേട എന്നുള്ള കോഡ് വെച്ച് ഓർത്തിരിക്കുക. KEDA എന്ന കോഡ് കൊണ്ട് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഓരോ വിറ്റമിൻസിൻ്റെ ശാസ്ത്രീയ നാമം പഠിക്കാം. ഇതും PSC ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പം റെറ്റിനോൾ എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ്റെ ശാസ്ത്രീയ നാമമാണ്? അതല്ലെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ Dയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഇങ്ങനെ PSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് റെഗുലറായിട്ട്. അപ്പോൾ വിറ്റാമിൻ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിനോൾ എന്നാണ്. അപ്പോൾ ഈ വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം വെച്ച് തന്നെ നമുക്ക് ഒരു കാര്യം കണക്ട് ചെയ്തിടാം. ഈ റെറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലെ കാഴ്ച എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ പോസിബിൾ ആക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? റെറ്റിന എന്ന് പറയുന്നത് അല്ലേ? റെറ്റിനയല്ലേ നമ്മുടെ കണ്ണിൽ നമ്മുടെ കാഴ്ച എന്ന് പറയുന്ന ആ ഒരു ഇത് നമുക്ക് പോസിബിൾ ആക്കുന്ന റെറ്റിനയാണ്. അപ്പോൾ റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിറ്റാമിൻ ആണെന്ന് ഓർത്തിരിക്കുക. അതായത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമുള്ള വിറ്റാമിൻ ആണ് ഏതെന്ന് പറയുന്നത്? റെറ്റിനോൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് വിറ്റാമിൻ C. വിറ്റാമിൻ C എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് അസ്കോർബിക് ആസിഡ് എന്നാണ്. എന്താണ് അസ്കോർബിക്? അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം C, അസ്കോർബിക് ആസിഡ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനകത്തും ഒരു സിയുടെ പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ട്. അപ്പം വിറ്റാമിൻ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ശാസ്ത്രീയ നാമം? അസ്കോർബിക് ആസിഡ് എന്നാണ്. ഇനി വിറ്റാമിൻ D എന്ന് പറഞ്ഞാൽ കാൽസിഫെറോൾ ആണ്. കാൽസിഫെറോൾ. അപ്പം നമ്മൾ CD എന്നിങ്ങനെ ഓർത്തിരിക്കുക. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാൽസിഫെറോൾ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ പേര് കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, കാൽസ്യമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അല്ലേ? ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് ഏതെന്ന് പറയുന്നത്? വിറ്റാമിൻ D എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിറ്റാമിൻ E. വിറ്റാമിൻ E അറിയപ്പെടുന്ന ശാസ്ത്രീയ നാമമാണ് ടോക്കോഫിറോൾ. അതായത് E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ET എന്ന് ഓർത്തിരിക്കുക. വിറ്റാമിൻ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കോഫിറോൾ ആണ്. അടുത്തത് വിറ്റാമിൻ K. വിറ്റാമിൻ കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൺ എന്നാണ്. നമ്മളത് പറയുമ്പോൾ തന്നെ വിറ്റാമിൻ K, ക്വിനോൺ,
രണ്ടിനകത്തും കെ എന്നൊരു പ്രൊണൗൺസിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, വിറ്റാമിൻ കെ എന്ന് പറയുന്നത് ക്വിനോൺ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വിറ്റാമിൻ എ എന്ന് പറഞ്ഞാൽ റെറ്റിനോള്, വിറ്റാമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സി എന്ന് പറയുന്ന പ്രൊണൗൺസിയേഷൻ വരുന്ന ഏതിനാണ്, അസ്കോർബിക് ആസിഡിനാണ്. അടുത്തത് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സി ഡി എന്ന് ഓർത്തിരിക്കുക, എന്നിട്ട് ഇതിങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഡി എന്ന് പറഞ്ഞാൽ കാൽസിഫെറോൾ എന്നാണെന്ന് ഓർത്തിരിക്കുക. വിറ്റാമിൻ ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫിറോൾ എന്ന് പറയുന്നത്. ഇനി വിറ്റാമിൻ കെ വരുന്നത് ഫില്ലോക്വിനോൺ. ക്വിനോൺ എന്ന് ഓർത്തിരുന്നാൽ മതി, കാര്യം ക്വിനോൺ എന്ന് വേറൊരെണ്ണത്തിൻ്റെയും ശാസ്ത്രീയ നാമം വരുന്നില്ല. അതുകൊണ്ട് വിറ്റാമിൻ കെ എന്ന് പറഞ്ഞാൽ ക്വിനോൺ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ വിട്ടുപോയൊരു വിറ്റാമിനാണ് വിറ്റാമിൻ ബി എന്ന് പറയുന്നത് അല്ലേ. വിട്ടുപോകാൻ കാര്യം എന്താണ്, വിറ്റാമിൻ ബി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വിറ്റാമിൻ അല്ല, ഒരു കൂട്ടം വിറ്റാമിനുകളാണ്. അതിനെ മൊത്തത്തിൽ നമ്മൾ ബി കോംപ്ലക്സ് എന്ന് പറയും. അപ്പോൾ ഈ ഓരോ വിറ്റാമിനുകൾക്കും എന്തുണ്ട്, ശാസ്ത്രീയ നാമങ്ങളുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ വിറ്റാമിൻ B1, B2, B3, B5, B6, B7, B9, B12 ഇങ്ങനെയാണ് വിറ്റാമിൻ്റെ കാറ്റഗറി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾസ് ഇവിടെ മിസ്സിങ് ആണല്ലേ. അപ്പോൾ B1, B2, B3, B4 ഇല്ല, B5, B6, B7, B8 ഇല്ല, B9. പിന്നെ 10ന് ശേഷം വരുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ B12, അത് 4ൻ്റെ മൾട്ടിപ്പിളാണ്. ഇങ്ങനെ ഓർത്തിരിക്കുക. അപ്പം 4ൻ്റെ മൾട്ടിപ്പിൾ 4ഉം ഇല്ല, 8ഉം ഇല്ല, പിന്നെ ഉള്ളത് ഏത് മാത്രമേ ഉള്ളൂ, 4ൻ്റെ 12 മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വിറ്റാമിൻ B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയാമിൻ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. ഈ B1 തന്നെ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ 10th പ്രിലിംസിന് നമ്മളോട് ചോദിച്ച ചോദ്യമാണ് ബയോട്ടിൻ. ബയോട്ടിൻ എന്ന് പറയുന്നത് ബി എത്രാമത്തെ ആണെന്നുള്ളത് കഴിഞ്ഞ 10th പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിനകത്തൊന്നും ഒത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ശാസ്ത്രീയ നാമം ഉള്ളതുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയാമിനാണ്. ഒരാളുടെ പേര് പോലെ തുടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ B1ൻ്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ തയാമിൻ എന്ന് പറയുന്നത് B1 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈബോഫ്ലാവിൻ. അതിന് വേറെ ഒരു പേരുണ്ട് വിറ്റാമിൻ ജി. അതും അല്ലെങ്കിൽ ഒരു പേരും കൂടിയുണ്ട് ലാക്ടോഫ്ലാവിൻ. അപ്പോൾ ഈ 3 പേരുകളിൽ അറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റൈബോഫ്ലാവിൻ, വൈറ്റമിൻ ജി അല്ലെങ്കിൽ ലാക്ടോഫ്ലാവിൻ. അപ്പോൾ ഈ പാലിൽ കാണപ്പെടുന്ന വിറ്റാമിനാണ് ഏതെന്ന് പറയുന്നത്, വിറ്റാമിൻ B2 എന്ന് പറയുന്നത്. ചെറിയ രീതിയിൽ പാലിൽ കാണുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B2. അപ്പോൾ ഈ ഒരു വിറ്റാമിൻ ഉള്ളത് കൊണ്ടാണ് പാലിൽ നമുക്കൊരു പെയിൽ യെല്ലോ കളർ തോന്നില്ലേ, കറന്ന് നിൽക്കുന്ന പാലിനകത്തൊക്കെ ഒരു പെയിൽ യെല്ലോ കളർ തോന്നുന്നത് ഈ പറയുന്ന B2ൻ്റെ പ്രസൻസ് കൊണ്ടാണ്. എന്നാൽ ഈ B2ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കറന്ന് വെച്ച പാല് നമ്മൾ കൊണ്ട് വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിറ്റാമിൻസ് നഷ്ടപ്പെടും. അപ്പോൾ വെയിൽ കൊണ്ടാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വിറ്റാമിൻ B2 ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ റൈബോഫ്ലാവിൻ, വിറ്റാമിൻ ജി, വിറ്റാമിൻ ജിയും വിറ്റാമിൻ എച്ചും വിറ്റാമിൻ എമ്മും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്നത് ഏത് വിറ്റാമിനാണ്, വിറ്റാമിൻ B2 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി മൂന്നാമത്തെ ഒരാളുടെ പേര് പോലെ തോന്നുന്ന ശാസ്ത്രീയ നാമമാണ് നിയാസിൻ. വിറ്റാമിൻ B3യുടെ ശാസ്ത്രീയ നാമം നിയാസിൻ എന്നാണ്. ഇനി നിയാസിൻ്റെ വേറൊരു പേരാണ് നിക്കോട്ടനിക് ആസിഡ് എന്നും ഇതറിയപ്പെടും. അപ്പം നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടനിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B3 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി B5 എന്ന് പറഞ്ഞാൽ പാന്തോതെനിക് ആസിഡ്. പാന്തോതെനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാം. അതായത് പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, 5 സൈഡുള്ള ഷേപ്പിനെയല്ലേ നമ്മൾ പെൻറ്റഗൺ എന്ന് പറയുന്നത്. അപ്പോൾ പെൻറ്റഗണുമായിട്ട് എന്ത് ചെയ്യുക, ഈ പാന്തോതെനിക്കിനെ കണക്ട് ചെയ്തിടുക. അപ്പോൾ വിറ്റാമിൻ B5 ആണ് ഏതെന്ന് പറയുന്നത്, പാന്തോതെനിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് B6. B6ൻ്റെ പേരാണ് പിരിഡോക്സിൻ. പിരിഡോക്സിൻ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ പിരിഡോക്സിൻ XI വന്നില്ലേ. അപ്പോൾ ഇത് നമ്മൾ 6നകത്തും IX ഉണ്ട്, ഇതിനകത്തും IX ഉണ്ട്. അപ്പോൾ വിറ്റാമിൻ B6 എന്ന് പറഞ്ഞാൽ എന്താണ്, പിരിഡോക്സിൻ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ടിനകത്തും IX വരുന്നുണ്ട്. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കുക. അടുത്തത് B7 അല്ലെ ബയോട്ടിൻ എന്നറിയപ്പെടുന്നു. ബയോട്ടിൻ്റെ മറ്റൊരു പേരാണ് വൈറ്റമിൻ H എന്ന് പറയുന്നത്. ഇതായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പോൾ B7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോട്ടിൻ, ബയോട്ടിൻ്റെ മറ്റൊരു പേരാണ് വൈറ്റമിൻ H എന്ന് പറയുന്നത്. ഇനി B9 എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു പേരാണ് ഫോളിക് ആസിഡ്. അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കൊടുക്കാറില്ലേ. അപ്പം നമ്മൾ ഓർത്തിരിക്കുക, പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് എത്രയാണ്, B9, 9 months അല്ലേ പ്രഗ്നൻസി ടൈം. അപ്പം 9 months ഫോളിക് ആസിഡ് കഴിക്കുന്നു.
അത് ഏത് വിറ്റാമിനാണ്? വിറ്റാമിൻ എം. അപ്പം 9 months കഴിയുമ്പോൾ അവർ മദർ ആകുന്നു എന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പം B9, ഫോളിക് ആസിഡ്, വൈറ്റമിൻ എൻ. ഫോളിക് ആസിഡിന് പ്രത്യേകിച്ച് കോഡൊന്നും വേണ്ട, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം 9 മാസം കഴിയുമ്പോൾ മദർ ആകുന്നു എന്ന് ഓർത്തിരിക്കുക. വിറ്റാമിൻ എം എന്ന് പറയുന്നത് B9 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി വിറ്റാമിൻ B2 എന്ന് പറയുമ്പം ഇതിനകത്ത് ഇതൊരു വലിയ പേരാണല്ലേ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ്. അതായത് സൈനോ കൊബാലമിൻ, ഇങ്ങനെ 2 പേരായിട്ട് നമ്മളൊന്ന് എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഏറ്റവും വലിയ വിറ്റാമിനാണ് B12 എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പേരും ഏറ്റവും വലുതാണ്. എങ്ങനെ വരും? സൈനോ കൊബാലമിൻ. ഇങ്ങനെ 2 രീതിയിലായിട്ട് ഈ പേര് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പം വിറ്റാമിൻ B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയാമിൻ, വിറ്റാമിൻ B2 എന്ന് പറഞ്ഞാൽ റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വിറ്റാമിൻ ജി, ഇതും അല്ലെങ്കിൽ റാക്ടോഫ്ലാവിൻ. ഇനി വിറ്റാമിൻ ജി എന്നുള്ളത് ഓർത്തിരിക്കാൻ ഒരു കാര്യം പറയാം. അതായത് നമ്മൾ മോദി ജി എന്ന് പറയാറുണ്ടല്ലേ, കോഡ് മാത്രമാണ് മോദി ജി എന്ന് പറയാറില്ലേ. അപ്പോൾ ഈ ജി ഇങ്ങനെ കൺസിഡർ ചെയ്യുക. ഈ മോദി എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് ശേഷം പ്രധാനമന്ത്രിയല്ലേ, അപ്പം 2ാമത്തെ വ്യക്തി എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ 2ാമത്തെ വ്യക്തി എന്ന് നമ്മൾ കരുതുന്ന ആരെയാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പം മോദി ജി. അപ്പോൾ വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്ന ഏതാണ്? B2 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി വിറ്റാമിൻ B3 ആണ് നിയാസിൻ അല്ലെ നിക്കോട്ടിനിക് ആസിഡ്. വിറ്റാമിൻ B3 ആണ് നിയാസിൻ. അടുത്തത് B5 നമുക്ക് ഈ ഷേപ്പുമായിട്ട് കണക്ട് ചെയ്തിടാം. പാന്തോതെനിക് ആസിഡ്, പെൻറ്റഗൺ അല്ലെങ്കിൽ പാന്തോതെനിക് ആസിഡ് എന്ന് കണക്ട് ചെയ്തിടാം. ഇനി B6 ആണ് പിരിഡോക്സിൻ. അത് നമുക്ക് ഈ പറയുന്ന ലെറ്റേഴ്സ് വെച്ചിട്ട് കണക്ട് ചെയ്ത്, പിരിഡോക്സിൻ എന്ന് പറയുന്ന ലെറ്റേഴ്സ് വെച്ചിട്ട് കണക്ട് ചെയ്തിടാം. ഇനി B7 ആണ് ബയോട്ടിൻ. അത് തന്നെയാണ് വിറ്റാമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ എച്ചിനെ ഇങ്ങനെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ B ആയില്ലേ. അപ്പോൾ വിറ്റാമിൻ B7 ബയോട്ടിൻ B ആയി. അപ്പം എച്ച് എന്ന് പറയുന്നത് ഏതാണ്? B7. അതിൻ്റെ പേരെന്ന് പറയുന്നത് ബയോട്ടിൻ. അടുത്തത് B9 ഈ പറഞ്ഞ പോലെ ഫോളിക് ആസിഡ്. നമ്മൾ B9 എന്ന് പറയുമ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് കൊടുക്കുന്ന ടാബ്ലറ്റ് എന്ന് ഓർക്കുക. അത് ഫോളിക് ആസിഡാണ്. 9 monthsന് ശേഷം അവരെന്താകുന്നു? മദർ ആകുന്നു എന്നാലോചിക്കുക. അപ്പോൾ അത് ഏത് വൈറ്റമിൻ എം എന്ന് അറിയപ്പെടുന്നു. ഇനി B12 എന്ന് പറഞ്ഞാൽ സൈനോകൊബാലമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B12 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പേര് അല്ലേ. ഇതിനകത്ത് സൈനോകൊബാലമിൻ എന്ന് പറഞ്ഞ് നമുക്ക് ഇച്ചിരി ടഫായിട്ട് തോന്നുന്ന ഒരു പേരാണ് സൈനോകൊബാലമിൻ. ഇതാണ് ഏറ്റവും കൂടിയ വിറ്റാമിനുള്ള പേര് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബിയുടെ ശാസ്ത്രീയ നാമങ്ങൾ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. PSC റെഗുലറായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു സെക്ഷനാണത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ വിറ്റാമിനായിട്ട് സ്പെസിഫിക് ആയിട്ട് പഠിക്കാം. അപ്പോൾ വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത വിറ്റാമിൻ എ കണ്ടെത്തിയത് ഇതിനകത്ത് പഠിക്കാനുള്ളതാണ് മാർഗരറ്റ് ഡേവിസും എൽമർ മക്കുലവും. ഓക്കെ, മാർഗരറ്റ് ഡേവിസും എൽമർ മക്കുലവും. ഇതിനകത്ത് നമ്മൾ മാർഗരറ്റ് മക്കുലം എന്നും അല്ല ഓർത്തിരിക്കുക. ഇവരുടെ ഫുൾ നെയിം ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. മാർഗരറ്റ് ഡേവിസും എൽമർ മക്കുലം എന്ന് പറയുന്ന 2 പേരാണ് എന്ത് ചെയ്തത്? വിറ്റാമിൻ എ കണ്ടുപിടിച്ചത്. ഇനി മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. ഇനി ഇലക്കറികളിൽ നിന്ന് ധാരാളമായിട്ട് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്കറികൾ, അതായത് ചീര, മുരിങ്ങ, അതൊക്കെ കഴിക്കുമ്പോൾ പണ്ട് പറയത്തില്ല ഇങ്ങനെ കണ്ണിന് നല്ലതാണ് എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് വിറ്റാമിൻ എ ആണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജീവകമാണത് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പാലിൽ സുലഭമായിട്ടുള്ള ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിറ്റാമിൻ എ ആണ്. പാലിൽ സുലഭമായിട്ടുള്ളത് വിറ്റാമിൻ എയും പാലിലുള്ള ബിയുടെ വിറ്റാമിൻ്റെ വേർഷനാണ് എന്ന് പറയുന്നത് വിറ്റാമിൻ B2 എന്ന് പറയുന്നത് അല്ലേ. പാലിൽ സുലഭമായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അത് എയും, എന്നാൽ പാലിൽ ഉള്ള ബിയുടെ വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് B2 ആണ്. അതിൻ്റെ പേരാണ് ലാക്ടോഫ്ലാവിൻ. ലാക്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലുമായി റിലേറ്റ് ചെയ്ത കാര്യത്തിനാണ് ലാക്ടോ എന്ന് പറയുന്നത്. അപ്പം പാലിലുള്ള ബിയുടെ വിറ്റാമിനാണ് വിറ്റാമിൻ B2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആൻറ്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ എ ആണ്. അതിന് കാര്യം എന്ന് വെച്ചാൽ സിറോഫ്താൽമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖമാണ്. അതായത് കണ്ണിലെ നമ്മുടെ കണ്ണുകൾ ഡ്രൈ ആകുന്ന അസുഖമാണ് ഏതെന്ന് പറയുന്നത്? സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അപ്പം ആൻറ്റി സിറോഫ്താൽമിയ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? വൈറ്റമിൻ എ ആണ്. ആൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗനിസ്റ്റ് എന്നുള്ള മീനിങ് ആണ്. അപ്പം സിറോഫ്താൽമിയെ പ്രതിരോധിക്കുന്ന വിറ്റമിനാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അറിയപ്പെടുന്ന പേരാണ് ആൻറ്റി സിറോഫ്താൽമിക് വൈറ്റമിൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്
എയെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി ബാക്കി കൂടി നോക്കാം. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അത് കരോട്ടിനാണ് കേട്ടോ. ബീറ്റ കരോട്ടിനാണ് എന്തെന്ന് പറയുന്നത്, പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു. ഇനി ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിനാണ്. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം ഏതാണ്? കരോട്ടിനാണ്. ഇനി അണുബാധ പ്രതിരോധ വിറ്റമിൻ, നമുക്ക് ഇൻഫെക്ഷനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന വിറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? വൈറ്റമിൻ എ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി പ്രതിരോധ കുത്തിവയ്പ്പിനോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വിറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതും വൈറ്റമിൻ എ ആണ്. അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പിനോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? വൈറ്റമിൻ എ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി വൈറ്റമിൻ എയുടെ പ്രധാനപ്പെട്ട സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്കറികളാണ്. ചീര, മുരിങ്ങയില, പയറില, ചേമ്പില, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വൈറ്റമിൻ എ സുലഭമായിട്ടുള്ള എന്തിനകത്താണ്? പാലിനകത്താണ്. അതും നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. അപ്പം പാലുൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ കരളിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വിറ്റമിൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിറ്റമിൻ എ ശരീരത്തിൽ അധികം വരുവാണെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുന്നത് എവിടെയാണെന്നറിയാമോ? അത് കരളിലാണ് കേട്ടോ. അപ്പോൾ വിറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ കൂടുതലാണെങ്കിൽ നമ്മളത് കരളിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ. ഇനി അതുപോലെ തന്നെ വിറ്റമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തത, അതേപോലെ സിറോഫ്താൽമിയ. നിശാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വെളിച്ചത്തു നിന്ന് ഇരുട്ടിലേക്ക് പോകുമ്പോൾ ഈ രാത്രി സമയത്തൊക്കെ ഈ അരണ്ട വെളിച്ചം കാണുമ്പോൾ നമുക്ക് അതുമായിട്ട് കണ്ണിന് അങ്ങോട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റാത്ത ആ ഒരവസ്ഥയാണ് നിശാന്തത, അല്ലെങ്കിൽ കാഴ്ച, ഇരുട്ടത്ത് കാഴ്ച കുറയുന്ന ആ ഒരവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? നിശാന്തത എന്ന് പറയുന്നത്. ഇനി സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, കണ്ണിനകം ഡ്രൈ ആകുന്ന അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ആൻറ്റി സിറോഫ്താൽമിക് വിറ്റമിൻ എന്ന് വിറ്റമിൻ എ അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സിറോഫ്താൽമിയ എന്ന് പറയുന്ന രോഗത്തെ ചെറുക്കുന്നത് കൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? വിറ്റമിൻ എ ആൻറ്റി സിറോഫ്താൽമിക് വിറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. ഇനി അടുത്ത വിറ്റമിനാണ് വിറ്റമിൻ ഡി. അപ്പോൾ വിറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം നമ്മൾ മുമ്പേ പറഞ്ഞു. നമ്മൾ CD എന്ന് എഴുതി നോക്കുക. ഇൻ്റർചേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാൽസിഫെറോൾ എന്ന് കിട്ടും. ഓക്കെ. അപ്പം ഈ വിറ്റമിൻ ഡിയുടെ അപരനാമം എന്ന് പറഞ്ഞാൽ സൺഷൈൻ വിറ്റമിൻ എന്നാണ്. സൺഷൈൻ വിറ്റമിൻ. എന്തുകൊണ്ടാണ് ഈ പേര് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിറ്റമിൻ നമുക്ക് സൂര്യപ്രകാശം ഏൽക്കുമ്പം ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിറ്റമിനാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അതായത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ അതിനകത്തിലെ UV റേസ് വന്ന് നമ്മുടെ സ്കിന്നിൽ തട്ടുമ്പോൾ സ്കിന്നിൽ എർഗോസ്റ്റിറോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ഈ കണ്ടന്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? വിറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ആവും. അപ്പം വിറ്റമിൻ ഡിയുടെ അപരനാമമാണ് സൺഷൈൻ വിറ്റമിൻ എന്നുള്ളതെന്ന് ഓർത്തിരിക്കുക. ഇനി സ്റ്റിറോയിഡ് വിറ്റമിൻ എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? വൈറ്റമിൻ ഡി തന്നെയാണ്. അപ്പോൾ സൺഷൈനും സ്റ്റിറോയിഡും രണ്ടും എസിൽ തന്നെ തുടങ്ങുന്നതാണ്. സൺഷൈനും സ്റ്റിറോയിഡും ഈ രണ്ട് വിറ്റമിനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിറ്റമിനിൻ്റെ പേരുകളാണ്? വിറ്റമിൻ ഡിയുടെ പേരുകളാണ്. ഇനി പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകമാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നമ്മളിതുപോലൊക്കെ വെയിൽ കൊള്ളുമ്പോഴാണ് കൂടുതലായിട്ടും ഈ വിറ്റമിൻ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത വിറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് വിറ്റമിനാണ്? വൈറ്റമിൻ ഡി ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു കാൽസിഫെറോൾ എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റമിൻ ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ കാൽസ്യം, ഫോസ്ഫറസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകൾക്ക് ആവശ്യമുള്ള കാര്യമല്ലേ? നമ്മുടെ എല്ലുകളുടെ സ്ട്രെങ്തിനൊക്കെ ആവശ്യമുള്ളതാണ് ഏതെന്ന് പറയുന്നത്? കാൽസ്യത്തിൻ്റെയും അല്ലെങ്കിൽ ഫോസ്ഫറസിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഉത്തേജിപ്പിക്കുന്ന വിറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ ഡി ആണെന്ന് ഓർത്തിരിക്കുക. ഇനി എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ഒരു പോയിന്റിനകത്ത് നിന്ന് തന്നെ അത് കണക്ട് ചെയ്തിടാൻ പറ്റും. കാൽസിഫെറോൾ എന്ന് പറഞ്ഞാൽ കാൽസ്യവും എല്ലിന് പിന്നെ ആവശ്യമുള്ളത് ഏതാണ്? ഫോസ്ഫറസുമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ആഗിരണം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വിറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ അത് വിറ്റമിൻ ഡി ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കാൽസിഫെറോൾ എന്ന് ആലോചിക്കുമ്പോൾ കാൽസ്യം, ഫോസ്ഫറസ് നിങ്ങൾ ആലോചിച്ചാൽ അത്രയും എളുപ്പം നമുക്ക് കണക്ട് ചെയ്തിടാൻ പറ്റും. കാൽസ്യം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫോസ്ഫറസിൻ്റെ കാര്യം ഓർമ്മ വരും. അപ്പം വിറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാൽസിഫെറോൾ ആണ്. ഈ വിറ്റമിൻ ഡിയുടെ അപരനാമമാണ് സൺഷൈൻ വിറ്റമിൻ. അതേപോലെ തന്നെ സ്റ്റിറോയിഡ് വിറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ഏതാണ് എന്നൊരു ചോദ്യം വന്നാൽ അതിനുത്തരം എന്താണ്?
വൈറ്റമിൻ ഡി ആണെന്ന് ഓർത്തിരിക്കുക. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമുള്ളത് ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. കാര്യം കാൽസ്യം ഫോസ്ഫറസും എല്ലിൻ്റെ ബലത്തിനും അതിൻ്റെ ആരോഗ്യത്തിനും ആവശ്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അബ്സോർബ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, അപ്പം ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പാണ് എർഗോസ്റ്റിറോൾ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്കിന്നിലുള്ള ഒരു കാര്യമാണ് ഈ എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത്. അൾട്രാവയലറ്റ് റേസ് ഈ ഒരു നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സ്കിന്നിൽ അടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ എർഗോസ്റ്റിറോൾ കൺവേർട്ടായി വൈറ്റമിൻ ഡി ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇത് സൺഷൈൻ വിറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി വിറ്റമിൻ ഡിക്ക് 2 രൂപങ്ങളുണ്ട്. ഒന്ന് D2ഉം D3യും. D2 ആണ് നമ്മൾ ഈ പറഞ്ഞ എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത്. എർഗോസ്റ്റിറോൾ. വിറ്റമിൻ D3 ആണ് കോൾ കാൽസിഫെറോൾ. കാൽസിഫെറോൾ തന്നെയാണ്, ജസ്റ്റ് കോൾ കാൽസിഫെറോൾ, കോളും കൂടെ വരുന്നേ ഉള്ളൂ. അപ്പോൾ കോൾ കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നത് വിറ്റമിൻ D3 ആണെന്നും എർഗോസ്റ്റിറോൾ എന്നറിയപ്പെടുന്നത് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ചോദിക്കുവാണെങ്കിൽ D2 D3 അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ഡി ആയിട്ട് മാത്രമേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. എന്നാലും ഇനി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിച്ചാലോ എന്ന് വെച്ച് ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? എർഗോസ്റ്റിറോൾ ആണ്. എർഗോസ്റ്റിറോൾ. അപ്പോൾ ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്നത് മത്സ്യം, മത്സ്യ എണ്ണ, പാലുൽപ്പന്നങ്ങൾ, ഇതിനകത്തു നിന്നാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് വിറ്റമിൻ ഡി കിട്ടുന്നത്. ഏറ്റവും പ്രധാന സോഴ്സ് ഏതാണ്? അത് സൂര്യപ്രകാശമാണ്. അപ്പോൾ രാവിലെ ഇളം വെയിൽ കൊള്ളണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഇളം വെയിലിനകത്തു നിന്നാണ് നമ്മൾ കൂടുതൽ ഈ പറയുന്ന വിറ്റാമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു സാധ്യത. അതായത് നമ്മൾ തീവെയിൽ കൊള്ളുന്നതിനേക്കാളും ഇളം വെയിൽ കൊള്ളാനാണല്ലോ സുഖം. അപ്പം ഇളം വെയിലിൽ നിന്നും നമ്മൾ രാവിലെ കുഞ്ഞുങ്ങളെയൊക്കെ കാണിക്കൂലേ, വെയിലത്ത് കാണിക്കൂലേ, അത് വിറ്റമിൻ ഡിയുടെ പ്രൊഡ്യൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി വിറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ. കണ എന്ന് പറഞ്ഞാൽ ഇതാണ് അസുഖം. അതായത് സാധാരണ ഒരാളുടെ ബോണെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും, ഇങ്ങനെയായിരിക്കും കാണുന്നത് നോർമലായിട്ട് നമ്മുടെയൊക്കെ കാല് പോലെ. പക്ഷേ റിക്കറ്റ്സ് അഫക്റ്റ് ചെയ്ത ഒരാളുടെ കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും ബോൺസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, വളവുകളുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഒരാളുടെ കാല് റിക്കറ്റ്സ് അഫക്റ്റ് ചെയ്താൽ അയാളുടെ കാല് ഇങ്ങനെയായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഇത് മുതിർന്നവരിലാണെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ എന്നും, എന്നാൽ ഒരുപാട് പ്രായം ചെന്ന വൃദ്ധരിലാണെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് എന്നും പറയും. അതായത് എല്ലുകളുടെ ബലമൊക്കെ കുറഞ്ഞ് മൃദുലാവുന്ന ഒരവസ്ഥയാണ് ഇതെന്ന് പറയുന്നത് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. കുട്ടികളിലാണെങ്കിൽ കണ അല്ലെ റിക്കറ്റ്സ് എന്ന് പറയും, മുതിർന്നവരിലാണെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയും. ഇനിയും ഒരുപാട് പ്രായം ചെന്ന വൃദ്ധരിലൊക്കെ ആണെങ്കിൽ എന്തെന്ന് പറയും? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയും. അതായത് എല്ലുകൾ ഈ പറയുന്ന പോലെ മൃദുലാവുകയും ചെറിയൊരു എന്തെങ്കിലും ഒരു ക്ഷതം ഏൽക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിനാണ് എന്ത് പറയുന്നത്? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അപ്പം റിക്കറ്റ്സ് ചോദിച്ചാലും ഓസ്റ്റിയോമലേഷ്യ ചോദിച്ചാലും ഓസ്റ്റിയോപോറോസിസ് ചോദിച്ചാലും ഏത് വിറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ്? വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത വിറ്റമിനാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫിറോൾ. ET, ടോക്കോഫിറോൾ. വിറ്റമിൻ ഇ എന്താണ്? ടോക്കോഫിറോൾ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വിറ്റമിനാണ് വിറ്റമിൻ ഇ. അത് നമുക്ക് ഈ പെൺകുട്ടികൾക്കാണെങ്കിൽ അറിയാൻ പറ്റും. നമ്മൾ എന്തെങ്കിലുമൊക്കെ സൗന്ദര്യ വർദ്ധിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ടിപ്സൊക്കെ ചെയ്യുന്നതിനകത്ത് എന്ത് നമ്മൾ ചെയ്യും? വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ബ്യൂട്ടി വിറ്റമിൻ എന്നറിയപ്പെടുന്ന വിറ്റമിനാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. അതിപ്പം സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൊക്കെ വിറ്റമിൻ ഇയുടെ സാന്നിധ്യം ഉണ്ടാകും. അപ്പം ബ്യൂട്ടി വിറ്റമിൻ എന്നറിയപ്പെടുന്ന വിറ്റമിനാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഇനി ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വിറ്റമിനും ആര് തന്നെയാണ്? വിറ്റമിൻ ഇ ആണ്. അപ്പോൾ സൗന്ദര്യം മാത്രമല്ല, ഹൃദയത്തിനെ സംരക്ഷിക്കാനും ഏത് വിറ്റമിൻ യൂസ് ചെയ്യാൻ പറ്റും? വൈറ്റമിൻ ഇ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ ബ്യൂട്ടി വിറ്റമിനാണ്, ഹൃദയത്തെ സംരക്ഷിക്കുന്ന വിറ്റമിനാണ്, മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിനും ആണ്. ഇനി നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമുള്ള വിറ്റമിനാണ് ഇതെന്ന് പറയുന്നത്? വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. നാഡിയുടെയും അതേപോലെ ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ഇതെന്ന് പറയുന്നത്? ജീവകം ഇ എന്ന് പറയുന്നത്. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. അപ്പം ബ്യൂട്ടി വിറ്റമിൻ ആണ്, ഹൃദയത്തിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാണ്, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമാണ്, ഹോർമോണായി കണക്കാക്കുന്ന വിറ്റമിനാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് കൂടി പറയുന്ന വിറ്റമിനാണ് വിറ്റമിൻ ഇ. ഒരു നിരോക്സീകാരി എന്ന് പറയുന്നത് ഏത് വിറ്റമിനെയാണ്?
വിറ്റാമിൻ ഇ ആണ്. ഓക്കെ, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖം എന്തായിരിക്കാം? അത് വന്ധ്യതയാണ്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് എന്തുകൊണ്ടുണ്ടാകുന്നത്? വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആരോഗ്യത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ സംരക്ഷണം എന്നറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി എന്ത് അസുഖത്തിനായിരിക്കും കാരണമാകുന്നത്? ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്ന് പറയുന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. വിറ്റാമിൻ ഇ നമുക്ക് പ്രധാനമായിട്ട് ലഭിക്കുന്ന സോഴ്സുകളാണ് സസ്യ എണ്ണകൾ, അതുപോലെ തന്നെ കുതിർത്ത കടല പോലുള്ള വസ്തുക്കളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വിറ്റാമിൻ ഇ നമുക്ക് ഫുഡിൽ കൂടി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വിറ്റാമിനാണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്വിനോൺ. ഞാൻ പറഞ്ഞായിരുന്നു കെ ക്വി എന്ന് ആലോചിച്ചോളുക. വിറ്റാമിൻ കെയുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്വിനോൺ. ഇനി കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകമാണ് ഏതെന്ന് പറയുന്നത്? കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കെ കരളെന്ന് ആലോചിക്കാമല്ലോ, കരൾ. അപ്പോൾ വിറ്റാമിൻ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ ആണ് ഏതെന്ന് പറയുന്നത്? വിറ്റാമിൻ കെ. പക്ഷേ കരളിൽ സൂക്ഷിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? വിറ്റാമിൻ എ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഫൈറ്റോമെനാഡിയോൺ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന ജീവകമാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. എന്ത് രാസനാമം? ഫൈറ്റോമെനാഡിയോൺ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഇനി ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് പ്രോത്രോംബിൻ. ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് പ്രോത്രോംബിൻ. ഓക്കെ, അടുത്തത് ആൻറ്റി ഹെമറേജ് വിറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത് വിറ്റമിനാണ്? വൈറ്റമിൻ കെ ആണ്. അപ്പോൾ ആൻറ്റി സിറോഫ്താൽമിക് എന്നറിയപ്പെടുന്ന വിറ്റമിൻ ഏതായിരുന്നു? അത് വൈറ്റമിൻ എ ആണ്. ആൻറ്റി ഹെമറേജ് വിറ്റമിൻ എന്നറിയപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? അത് വൈറ്റമിൻ കെ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ വൈറ്റമിൻ കെയുടെ നമ്മുടെ ബോഡിയിലുള്ളൊരു പ്രധാന ഫങ്ഷനാണ് ഏതെന്ന് പറയുന്നത്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുക എന്നുള്ളത്. നമുക്കറിയാം, രക്തം കട്ട പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് വിറ്റാമിനാണ്? വൈറ്റമിൻ കെ ആണ്. ഓക്കെ, അപ്പം ഇനി ഈ ജീവകം കെയുടെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ക്യാബേജ്, കോളിഫ്ലവർ, മുട്ട, മാംസം, മത്സ്യം. ഇതിനകത്ത് നിന്നെല്ലാം നമുക്ക് എന്ത് കിട്ടും? വൈറ്റമിൻ കെ കിട്ടും. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ഏതെന്ന് പറയുന്നത്? ജീവകം കെ എന്ന് പറയുന്നത്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റമിൻ ആണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഇനി കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഈ കൊളൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വിറ്റാമിൻ കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണെന്ന് പറഞ്ഞു. ഇനി ഈ രക്തം കട്ട പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖം. എന്താണ്? ഹീമോഫീലിയ. അപ്പോൾ ഈ ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് പേരും കൂടിയുണ്ട്. ഒന്ന് രാജകീയ രോഗമെന്നും രണ്ട് ക്രിസ്മസ് രോഗമെന്നും അറിയപ്പെടുന്നത് ഏത് രോഗമാണ്? ഹീമോഫീലിയാണ്. ഏതൊക്കെയാണ്? രാജകീയ രോഗമെന്നും ക്രിസ്മസ് രോഗമെന്നും അറിയപ്പെടുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത്? ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗം. അപ്പം ഈ രോഗാവസ്ഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തം നമ്മുടെ കൈയൊക്കെ മുറിയുവാണെന്നുണ്ടെങ്കിൽ രക്തം നിൽക്കാതെ പൊക്കോണ്ടിരിക്കും, കട്ട പിടിക്കത്തേയില്ല, ബ്ലഡ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഈ അവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ഏപ്രിൽ 17 ആണെന്ന് ഓർത്തിരിക്കുക. ലോക ഹീമോഫീലിയ ദിനമാണ് ഏപ്രിൽ 17 എന്ന് ഓർത്തിരിക്കുക. അപ്പം ജീവകം കെയുടെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ക്യാബേജ്, കോളിഫ്ലവർ, മുട്ട, മാംസം, മത്സ്യം എന്ന് പറയുന്നത്. ഇനി തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ജീവകം കെ എന്ന് പറയുന്നത്. കുടലിലെ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന ജീവകമാണ് ഏതെന്ന് പറയുന്നത്? ജീവകം കെ. രക്തം കട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിറ്റാമിൻ കെയുടെ ഫംഗ്ഷനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ എന്നുള്ളത്. ലോക ഹീമോഫീലിയ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 17 ആണ്. രക്തം കട്ട പിടിക്കാതെ ബ്ലഡ് പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു രോഗാവസ്ഥയെ പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിറ്റാമിൻ ബിയെ കുറിച്ചാണ്. അപ്പോൾ വിറ്റാമിൻ ബി ഞാൻ പറഞ്ഞു, വിറ്റാമിൻ ബി എന്ന് പറഞ്ഞാൽ ഒരു വിറ്റാമിൻ അല്ല, ഒരു കൂട്ടം വിറ്റാമിനുകളാണ്. അപ്പോൾ ഓരോ വിറ്റാമിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന ജീവകമാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ ബി എന്ന് പറയുന്നത്.
ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന വിറ്റമിനാണ് ഏത്? വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമാണ് ഇതെന്ന് പറയുന്നത് വൈറ്റമിൻ ബി. അപ്പോൾ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, അതേപോലെ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ഏതാണ് വേണ്ടി വരുന്നത്? വൈറ്റമിൻ ബി ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ബിയുടെ അപര്യാപ്തത രോഗം എന്തായിരിക്കും? വായ്പുണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് വായ്പുണ്ണെന്ന് പറയുന്നത്. അപ്പോൾ വിറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്? വായ്പുണ്ണാണ് ഉണ്ടാകുന്നത്. വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ജീവകം B1ൻ്റെ അപര്യാപ്തത രോഗം. B1ൻ്റെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബെറിബെറിയാണ്. അത് നമുക്ക് പറയാനും കണക്ട് ചെയ്യാനും എളുപ്പമുള്ളതാണ്. ബെറിബെറി. B1ൻ്റെ ഏതാണ്? ബെറിബെറിയാണ്. ഈ ഡിസീസിൻ്റെ വേറൊരു പേരാണ് ഐ കാണ്ട് ഡിസീസ്. ഐ കാണ്ട് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബെറിബെറി ഡിസീസാണ്. ഇതാണ് ബെറിബെറി അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ കൈയാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ബെറിബെറി ഡിസീസ് എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതാണ്? വിറ്റാമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വിറ്റമിനാണ് ഇതെന്ന് പറയുന്നത് വൈറ്റമിൻ B2 എന്ന് പറയുന്നത്. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന, അതേപോലെ തന്നെ വെയിലടിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റമിൻ കൂടിയാണ് ഇതെന്ന് പറയുന്നത് വൈറ്റമിൻ B2 എന്ന് പറയുന്നത്. ഇനി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകം, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകമാണ് ഏത്? ജീവകം B2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി ജീവകം B3യുടെ അപര്യാപ്തത രോഗം നോക്കാം. ജീവകം B3യുടെ അപര്യാപ്തത രോഗം എന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ അത് ഏതാണെന്ന് വെച്ചാൽ പെല്ലഗ്ര എന്ന് പറയുന്ന അസുഖമാണ്. പെല്ലഗ്ര ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പ്രകാശം ഏൽക്കുന്ന ഭാഗത്തെ സ്കിൻ അങ്ങ് പരിക്കനാകുന്ന ഒരു അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത് പെല്ലഗ്ര എന്ന് പറയുന്ന ശരീരാവസ്ഥ. പെല്ലഗ്രയാണ് ദേ ഈ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ പ്രകാശം അടിക്കുന്ന സ്കിന്നിലൊക്കെ ഒരുമാതിരി പരിക്കനാവും, സ്കിന്നിൻ്റെ സ്മൂത്ത്നെസ് ഒക്കെ പോയി പരിക്കനാവുന്ന ആ ഒരു അവസ്ഥയാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ കണക്ട് ചെയ്തിട്ടിരുന്ന ആരുമായിട്ടായിരുന്നു? മോദി ജി എന്നല്ലേ നമ്മൾ കണക്ട് ചെയ്തിട്ടിരുന്നത്. അപ്പം എന്ത് ചെയ്യുക? 2 ഏതാണ്? വൈറ്റമിൻ B2 എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ജീവകം H എന്നറിയപ്പെടുന്ന ഏതാണ്? നമ്മൾ B7 പറഞ്ഞു. B7 അല്ലേ? ഇതിൻ്റെ തന്നെ വേറൊരു പേരാണ് ഏതെന്ന് പറയുന്നത് ബയോട്ടിൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? Hനെ ഇങ്ങനെ B ആക്കി എടുത്തു. ബയോട്ടിൻ B7 ആയി. ഓക്കെ, ഇനി എലിസാൺ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവകം H ആണ്. എലിസാൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ള ടെസ്റ്റാണ്? HIV ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് എലിസ ടെസ്റ്റ്. എയ്ഡ്സ് നിർണ്ണയിക്കാനുള്ള ടെസ്റ്റാണ് ഏതെന്ന് പറയുന്നത് എലിസ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ എലിസ ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ജീവകം H ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ജീവകം B6ൻ്റെ അപര്യാപ്തത രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. ജീവകം B6 എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും? B6 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യൂണിറ്റ് ഒക്കെ പറയുമ്പോഴേ മൈക്രോ സെക്കൻഡ് എന്നൊക്കെ പറയാറില്ലേ? മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര? 10⁻6 ആണ് കേട്ടോ. നാനോ എന്നൊക്കെ പറയത്തില്ലേ? നാനോ മൈക്രോ എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ ഈ മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. അപ്പോൾ ഈ 6 ആണ് എന്ത്? ഈ 6 എന്ന് ഓർത്തിരിക്കുക. B6 എന്ന് പറഞ്ഞാൽ ഏതാണ്? മൈക്രോസൈറ്റിക് അനീമിയാണ് ഏതെന്ന് പറയുന്നത് B6 എന്ന്. B6ൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത് മൈക്രോസൈറ്റിക് അനീമിയ. ഇത് കോഡ് ഇടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് 2 അനീമിയകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. B6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? മൈക്രോസൈറ്റിക് അനീമിയ ആണ്. ഓക്കെ, രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് ഏതെന്ന് പറയുന്നത് ജീവകം B9. ഏതാണ്? രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് ഏതെന്ന് പറയുന്നത് ജീവകം B9 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ B2 ആണ് ഏതെന്ന് പറയുന്നത് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് B2 ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി വിറ്റമിൻ B9ൻ്റെ അപര്യാപ്തത രോഗമാണ് ഏതെന്ന് പറയുന്നത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഈ മൂന്നും B6ൻ്റെയും അതേപോലെ B9ൻ്റെയും പിന്നെ B12ൻ്റെയും എന്താണ്? അനീമിയ തന്നെയാണ്. B6ൻ്റെ ആണ് നമ്മളിപ്പോൾ പറഞ്ഞ മൈക്രോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. B9ൻ്റെ അപര്യാപ്തത രോഗമാണ് ഇത് മെഗലോബ്ലാസ്റ്റിക്. അപ്പോൾ ഇത് രണ്ടും M ആണെന്ന് ഓർത്തിരിക്കുക. ഇത് നമുക്ക് മൈക്രോ ആണെന്ന് നമുക്കറിയാം. പിന്നെ ഏതായിരിക്കും ഉള്ളത്? മെഗലോബ്ലാസ്റ്റിക്. അപ്പോൾ B6, B9, B12. B6 മൈക്രോയും B9 മെഗലോ, രണ്ടും M തുടങ്ങുന്നു. അതിനുശേഷം B12.
B12 അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് പെർനീഷ്യസ് അനീമിയ. അത് പിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യത്തേത് നമ്മൾ മൈക്രോ, രണ്ടാമത്തേത് മെഗലോബ്ലാസ്റ്റിക്, മൂന്നാമത്തേത് പെർനീഷ്യസ്. അപ്പം മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് ഏതെന്ന് പറയുന്നത്? ജീവകം B12 എന്ന് പറയുന്നത്. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് ജീവകം B12. കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിനാണ് ജീവകം B12. അതിൻ്റെ ശാസ്ത്രീയ നാമം തന്നെ സൈനോകൊബാലമിൻ എന്നാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് എന്ത് കണക്ട് ചെയ്തിടാൻ പറ്റും? കൊബാൾട്ടിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് കണക്ട് ചെയ്തിടാൻ പറ്റും. സൈനോകൊബാലമിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? കൊബാൾട്ടുള്ള വൈറ്റമിനാണ്. ഇനി ജീവകം B12 അപര്യാപ്തത രോഗം നമ്മൾ പറഞ്ഞു, പെർനീഷ്യസ് അനീമിയാണ്. പെർനീഷ്യസ് അനീമിയ. ജീവകം ബി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുവാണ് തവിടെന്ന് പറയുന്നത്. അരിയുടെ തവിടെന്ന് പറയുന്നതിനകത്താണ് വിറ്റമിൻ ബി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നീടുള്ളത് മുട്ട, പാൽ, ചേമ്പില, ധാന്യങ്ങൾ, എല്ലാത്തിനകത്തുനിന്നും ബി നമുക്ക് കിട്ടും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് തവിടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വിറ്റമിൻ സി. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകമാണ് ഏതെന്ന് പറയുന്നത്? വിറ്റമിൻ സി എന്ന് പറയുന്നത്. വിറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡ്. നമ്മൾ മുമ്പേ പറഞ്ഞു, ഈ സിയുടെ പ്രൊണൗൺസിയേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏതാണ് അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി ജീവകം സി ധാരാളം കാണപ്പെടുന്നത് ഏതിനൊക്കെയാണ്? പുളി രുചിയുള്ള പഴങ്ങളാണ്. നമ്മുടെ ഓറഞ്ച്, നാരങ്ങ അതുപോലുള്ള പഴങ്ങളിൽ നിന്നുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിറ്റമിൻ സി കിട്ടുന്നത്. ഓക്കെ, കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വിറ്റാമിൻ ആണ് ഏതെന്ന് പറയുന്നത്? വിറ്റാമിൻ സി എന്ന് പറയുന്നത്. കൃത്രിമമായി നമ്മൾ ആദ്യമായിട്ട് നിർമ്മിച്ച വിറ്റാമിൻ, ഇതിങ്ങനെ തന്നെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കൃത്രിമമായി ആദ്യമായി നിർമ്മിച്ച വിറ്റാമിൻ ഏതാണെന്നുള്ളത് അത് വൈറ്റമിൻ സി ആണ്. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകമാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പോൾ വെയിലേറ്റാൽ നഷ്ടപ്പെടുന്നത് വിറ്റമിൻ B2 ആണ്. ഇനി ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്നത് എന്താണ്? ജീവകം സി ആണ്. വൈറ്റമിൻ സി ആണ് എന്ത് ചെയ്യുന്നത്? പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നത്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഇത് വൈറ്റമിൻ സി ആണ്. ഓക്കെ, ഇനി മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. നമ്മുടെ യൂറിനിൽ കൂടി നഷ്ടപ്പെടുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അതും ജീവകം സി ആണ്. പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അതും ജീവകം സി ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി പവർ നൽകുന്നതിന് ആവശ്യമായ വിറ്റമിനാണ് ഇതെന്ന് പറയുന്നത് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അതായത് രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ സി. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനും വൈറ്റമിൻ സി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖം ഏതായിരിക്കും? അതെന്ന് പറയുന്നത് നമ്മുടെ സ്കർവിയാണ്. സ്കർവിയാണ് എന്ത് ചെയ്യുന്നത്? സി എന്ന് പറയുന്ന വിറ്റാമിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന അസുഖം. ഓക്കെ, ഇനി ഫ്രഷ് ഫുഡ് വിറ്റാമിൻ, ആൻറ്റി ക്യാൻസർ വിറ്റാമിൻ, ഇത് രണ്ടുമാണ് വൈറ്റമിൻ സിയുടെ വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ. അതായത് ഫ്രഷ് ഫുഡ് വിറ്റമിനും ആൻറ്റി ക്യാൻസർ വിറ്റമിൻ, ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന വിറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ സി ആണ്. സിറോഫ്താൽമിയെ പ്രതിരോധിക്കുന്ന വിറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ എ ആണ്. ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ സി ആണ്. ഓക്കെ, ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം കൂടിയാണ് വൈറ്റമിൻ സി. ഇരുമ്പിൻ്റെ ആഗിരണം, അയണിൻ്റെ അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന വിറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? വൈറ്റമിൻ സി ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞു സ്കർവി, നമ്മൾ പറഞ്ഞു സി, അതും സി തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും വിറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഏതെന്ന് വരുന്നത്? സ്കർവി വരുന്നതെന്ന് കണക്ട് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ ഈ സ്കർവി എന്ന് പറഞ്ഞ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ് നമ്മുടെ മോണയിൽ നിന്ന് ഇങ്ങനെ രക്തം വരുന്നത്. മോണയിൽ നിന്ന് രക്തം വരുന്നതാണ് സ്കർവി എന്ന് പറയുന്ന അസുഖത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഒന്ന്. അപ്പോൾ ഈ ജീവകം സിയുടെ അപര്യാപ്ത രോഗമായ സ്കർവി അറിയപ്പെടുന്ന ഒരു പേരാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടും. സെയിലേഴ്സ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത്? സ്കർവി. സെയിലേഴ്സ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. ഇത് പ്രീവിയസ് ചോദ്യമാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏത് അസുഖമാണ് എന്നുള്ളത്? അത് സ്കർവിയാണ്. ഓക്കെ, മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകമാണ് ഏതെന്ന് പറയുന്നത്? ജീവകം സി എന്ന് പറഞ്ഞത്. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഏതായിരുന്നു? അത് വൈറ്റമിൻ കെ ആണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ സി ആണ്. അപ്പോൾ ജീവകം സി ലഭിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില, പുളിരസമുള്ള പഴങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വൈറ്റമിൻ സി കിട്ടുന്നത്. അപ്പോൾ രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും ആവശ്യമുള്ള വൈറ്റമിനാണ് ഏതെന്ന് പറയുന്നത്?
വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വൈറ്റമിൻസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇതിനകത്ത് നമ്മുടെ സോഴ്സും പറഞ്ഞിട്ടുണ്ട്, ഡെഫിഷ്യൻസി ഡിസീസസ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേരുകൾ, ഓരോ വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ മറ്റ് ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കവർ ചെയ്യുമ്പോൾ തന്നെ വൈറ്റമിൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. ഇതിൽ നിന്ന് തന്നെ ഇതുവരെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഫുള്ള് പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.